Hello students, welcome to the channel EduScore. So in the 6th standard NCERT Civics Chapter 1 Understanding Diversity ആണ് നോക്കാൻ പോകുന്നത്. So if you are new to the channel, please make sure you subscribe to the channel and also hit the bell icon so that എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും and നിങ്ങൾക്ക് നല്ലോണം വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും. So let us start with this chapter, Understanding Diversity. So the first thing ഈ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്നു ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താണെന്നു. What does this word diversity mean? Our country, India, ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ we have so many states അല്ലേ, and each state has its own language. കേരളത്തിൽ നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നത്, തമിഴ്നാട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത്, കർണാടകയിൽ കന്നഡ, മഹാരാഷ്ട്രയിൽ മറാഠി, ഗുജറാത്തി. സോ വി ഹാവ് സോ മെനി ലാംഗ്വേജസ്. നമ്മൾ ഫുൾ കൺട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ സോ മെനി ലാംഗ്വേജസ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു സ്റ്റേറ്റിൽ തന്നെ ദർ ബി മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ദറ്റ് പീപ്പിൾ ആർ ടോക്കിംഗ്. പിന്നെ അതുമല്ലാണ്ട് വി ഹാവ് സോ മെനി റിലീജിയൻസ് ഇൻ അവർ കൺട്രി. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, പാഴ്സി, ജൈനിസം. ദർ ആർ സോ മെനി റിലീജിയൻസ് ആൻഡ് ഈച്ച് കമ്മ്യൂണിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ ഫെസ്റ്റിവൽ. നമ്മളേതായ ഫെസ്റ്റിവൽസ്, ഓരോരോ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ ഫെസ്റ്റിവൽസ് ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു, തമിഴ്നാട്ടിൽ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ റംസാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു, ദശറ, ദീപാവലി, ഇങ്ങനെ പല ഫെസ്റ്റിവൽസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫുൾ കൺട്രിയിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. സോ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണെന്നു, ഇത്രയും ഡിഫറൻസസ് ഉണ്ടാകുമ്പം, ഇത്രയും അധികം ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ്, ടൈപ്സ് ഓഫ് ട്രഡീഷൻസ് ഉണ്ട്. ഇറ്റ്സ് സച്ച് എ യുണീക്ക് വേ. നമ്മളെ കൺട്രി എങ്ങനെയാണെന്നുള്ളത്, ഇത്രയും അധികം കൾച്ചറും ട്രഡീഷൻസും റിലീജിയൻസും ലാംഗ്വേജസും ഇതൊക്കെ ഉണ്ടാകുമ്പം എന്താണെന്ന്, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൾച്ചറാണ് അല്ലേ. നമ്മൾ ഓരോരോ പാർട്ടിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ, ഓരോ പാർട്ട് ഓഫ് ദി കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ അത് അവിടുത്തെ ആൾക്കാർ വേറെ രീതിയിലാണോ ജീവിക്കുന്നത്, അവർ വേറെ ടൈപ്പ് ഓഫ് ഭക്ഷണമാണോ. ഓരോ സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് എത്ര ടൈപ്സ് ഓഫ് ഭക്ഷണമാണോ കാണാൻ പറ്റുന്നത്. അങ്ങനെ വേറെ ഏതെങ്കിലും കൺട്രിയിലുണ്ടോ അത് ഇത്രയും അധികം ഡിഫറൻസസും ഇത്രയും അധികം ടൈപ്പ് ഓഫ് കൾച്ചറും എല്ലാം ഉള്ളത്. സോ നമ്മൾ ഈ ഡിഫറൻസസൊക്കെ ഉണ്ടായിട്ടും കൂടി നമ്മളെല്ലാവരും ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്താണെന്നു, നമ്മൾ ഇന്ത്യൻസ് ആണ്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി. നമ്മളെ കൺട്രീൻ്റെ അതാണെന്നൊരു ഭംഗി. അത് ഇത്രയും അധികം ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചർ, ട്രഡീഷൻ, ഫുഡ്, ലാംഗ്വേജ് ഇതൊക്കെ ഉണ്ടായിട്ടും കൂടി നമ്മളെല്ലാവരും യുണൈറ്റഡ് ആണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. സോ വി ഇന്ത്യൻസ് ബിലീവ് ഇൻ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. So we will be looking more about it in this chapter. Let us read. Understanding diversity. Look around you in the classroom. Do you see anyone who looks exactly like you do? In this chapter, you will learn that people are different from each other in many ways. So നിങ്ങളെ ക്ലാസ്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ യു ഓൾ ആർ ഇൻ ദ സെയിം സ്കൂൾ, യു ഓൾ ആർ ഇൻ ദ സെയിം ക്ലാസ്. നിങ്ങൾക്ക് ഒരേ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അല്ലേ. എന്നിട്ടും നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ദേ വിൽ ഓൾ ലുക്ക് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. അതും അല്ലാണ്ട് ഓരോരുത്തരുടെ ബിഹേവിയറും വേറെ വേറെ പോലെയാണ്. നിങ്ങളെല്ലാവരും ഒരേ സ്ഥലത്താണ് പഠിക്കുന്നത്, ഒരേ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്, എന്നിട്ടും ഓരോരുത്തരുടെ ബിഹേവിയർ വേറെ വേറെ പോലെയാണ്. ഓരോരുത്തർക്ക് മാർക്സും വേറെ വേറെ പോലെയാണ് കിട്ടുന്നത് അല്ലേ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. ചിലർ ഡ്രോയിങ്ങിൽ വളരെ നല്ലതായിരിക്കും, ചിലർ പാട്ട് പാടാൻ വളരെ നല്ലതായിരിക്കും, ചിലർ ഡാൻസ് കളിക്കാൻ, ചിലർ സ്പോർട്സിൽ, ചിലർ പസിൽസ് സോൾവ് ചെയ്യാൻ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവ്രിബഡി ആർ ഡിഫറെൻറ്റ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. ബട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ഓൾ ആർ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6 ഇൻ യുവർ സ്കൂൾ അല്ലേ. ഓക്കെ, നോട്ട് ഓൺലി ഡു ദേ ലുക്ക് ഡിഫറെൻറ്റ്, ബട്ട് ദേ മൈറ്റ് ഓൾസോ ബിലോങ് ടു ഡിഫറെൻറ്റ് റീജിയണൽ, കൾച്ചറൽ ഓർ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സ്. എല്ലാവരും കാണാൻ വേറെ വേറെ പോലെ ആയിരിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ബിലോങ് ടു വേറെ, ഓരോരുത്തരും ഓരോരോ സ്റ്റേറ്റിലായിരിക്കും, വേറെ വേറെ സ്റ്റേറ്റിൽ നിന്നായിരിക്കും വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോരോ ജില്ലയിൽ നിന്നായിരിക്കും വന്നത്. ഓരോരുത്തർ ഓരോരോ വേറെ കൾച്ചറായിരിക്കും, വേറെ റിലീജിയൻ ആയിരിക്കും. സോ എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്.
These differences enrich our lives in many ways and also make them more fun. സോ ഈ ഡിഫറൻസസ് കാരണം നമ്മളെ ലൈഫിൽ വളരെയധികം കളർഫുൾനെസ് ഉണ്ട് അല്ലേ. ഓരോ മാസം ഓരോ കമ്മ്യൂണിറ്റീൻ്റെ ഫെസ്റ്റിവൽസ് ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്ന് സെലിബ്രേറ്റ് ചെയ്യും അല്ലേ. നമുക്ക് ഇത്രയധികം ലാംഗ്വേജസ് ഉള്ളതിനെ കൊണ്ട് വി ആർ ഏബിൾ ടു വാച്ച് സോ മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൂവീസ്. തമിഴ് സിനിമ, മലയാളം സിനിമ, ഹിന്ദി സിനിമ, അങ്ങനെ ഡിഫറെൻറ്റ് മൂവീസ് യു ആർ ഏബിൾ ടു വാച്ച്, ഡിഫറെൻറ്റ് സോങ്സ് യു ആർ ഏബിൾ ടു ലിസൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് യു ആർ ഏബിൾ ടു ഈറ്റ്. സോ ചപ്പാത്തി ഒറിജിനലി നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, ബട്ട് വി ഹാവ് ഇറ്റ് അല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കാറില്ലേ. സോ സിമിലർലി വേറെ സാമ്പാർ ഇസ് ടിപ്പിക്കലി സൗത്ത് ഇന്ത്യൻ ഫുഡ്. സൗത്ത് ഇന്ത്യയിലാണോ അത് ഉണ്ടായത്, ബട്ട് നോർത്ത് ഇന്ത്യൻസും അത് കഴിക്കുന്നു. സോ ഇറ്റ് ഈസ് ഓൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെയാണ് നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. All these different people who come from all kinds of backgrounds and belong to all kinds of religions and cultures help to make India so interesting and so diverse. ഇവരൊക്കെ ഓരോരോ കൾച്ചറിൽ നിന്നും വരുന്ന, ഓരോ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഡിഫറെൻറ്റ് റിലീജിയൻസിൽ നിന്ന് വരുന്ന ആൾക്കാർ കാരണമാണ് നമ്മൾ ഇന്ത്യേൻ്റെ കൾച്ചർ ഇത്രയും റിച്ച് ആയിട്ടുള്ളത്, ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളത്. ഡൈവേഴ്സ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറൻസ്, different culture, different religion, different race, different traditions, different languages, അതൊക്കെയാണ് ഡൈവേഴ്സിറ്റിയിൽ വരുന്നത്. What does diversity add to our lives? How did India become like this? Are all kinds of difference a part of diversity? Can diversity also be a part of unity? Read this chapter to find some answers. So, നമുക്ക് ഈ ആൻസേഴ്സ് ഇപ്പം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. വാട്ട് ഡസ് ഡൈവേഴ്സിറ്റി ആഡ് ടു അവർ ലൈഫ്സ്? നമ്മുടെ ലൈഫിൽ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ലൈഫിൽ ഡൈവേഴ്സിറ്റി ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ ലൈഫ് കുറച്ചുകൂടി കളർഫുള്ളായത്. ജസ്റ്റ് ഇമാജിൻ, ഫുൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഫുൾ വേൾഡിൽ എല്ലാവരും ഒരേ ഭാഷ സംസാരിച്ചു, ഒരേ ലാംഗ്വേജ് ഒരേ റിലീജിയൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരേ കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരേ ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ഒരേ ടൈപ്പ് ഓഫ് ഫുഡ്. ഇറ്റ് വിൽ ബി സോ ബോറിങ് അല്ലേ. നമ്മളിനി എന്താ കാണുക? എല്ലായിടത്തും ഒരേപോലെ അല്ലേ, എന്താ ഇനി കാണാനുള്ളത്? ബിക്കോസ് വി ഹാവ് സോ മെനി ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. നമുക്ക് രാജസ്ഥാൻ പോയാൽ അവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാം, മഹാരാഷ്ട്ര പോയാൽ അവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാം, കശ്മീർ പോയാൽ അവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാം. വിത്ത് കൾച്ചർ, ബൈ കൾച്ചർ ഐ മീൻ അവിടുത്തെ ഫെസ്റ്റിവൽസ്, അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവിടുത്തെ ഫുഡ്, ഇതൊക്കെ. ഓക്കെ, സോ ദാറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. ഹൗ ഡിഡ് ഇന്ത്യ ബിക്കം ലൈക്ക് ദിസ്? നമ്മൾ ഇന്ത്യയിൽ ആദ്യം മുതലേ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. അത് ആദ്യം മുതലേ നമ്മൾ ഓരോരോ ഏരിയാസിൽ ഓരോരോ ലാംഗ്വേജസ് ആയിരുന്നു വർത്താനം പറയാറ്. സോ അത് കാരണം നമ്മളേതായ ആ ലാംഗ്വേജ് കാരണം നമ്മളേതായ ഒരു കൾച്ചർ അവിടെ ഫോം ആവാൻ തുടങ്ങി. ആർ ഓൾ കൈൻഡ്സ് ഓഫ് ഡിഫറൻസ് എ പാർട്ട് ഓഫ് ഡൈവേഴ്സിറ്റി? യെസ്, നമുക്ക് വേണമെങ്കിൽ എല്ലാ ഡിഫറൻസസിനെയും ഡൈവേഴ്സിറ്റി ആക്കി മാറ്റാം. ബട്ട് we will find out more in detail in the chapter. Can diversity also be a part of unity? Yes, ഡൈവേഴ്സിറ്റീനെ നമ്മൾ യൂണിറ്റി ആയിട്ട് തന്നെ കരുതണം. ബിക്കോസ് അതാണ് നമ്മളെ ഇന്ത്യൻസിനെ ഒരുമിച്ച് വെക്കുന്ന ഒരു പോയിൻറ്റ്. ഓക്കെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ദാറ്റ് ഈസ് സംതിങ് വി ഷുഡ് ഓൾവേസ് റിമെമ്പർ. നമ്മളെ ഇന്ത്യൻസിനെ. സോ ഇവിടെ നിങ്ങൾക്ക് 3 പിക്ചേഴ്സ് കാണാം. 3 children around your age have drawn the figures above. Use the empty box to draw your human figure. Is your drawing similar to any of the others? സോ ഇന്നത്തെ ഹോംവർക്കാണ്. നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഡ്രോ യുവർ ഓൺ, നിങ്ങളെ ഓൺ ഫിഗർ ഇവിടെ ഡ്രോ ചെയ്യൂ, നിങ്ങളെ സ്വന്തം പിക്ചർ ഇവിടെ ഡ്രോ ചെയ്യൂ. ഓക്കെ, ഇറ്റ് വിൽ ബി ഫൺ. യു ക്യാൻ കമ്പയർ നിങ്ങൾ ഡ്രോ ചെയ്തതും ഈ 3 ഓൾറെഡി തന്ന പിക്ചേഴ്സും ഒരേപോലെയാണോ അല്ലയോ. ഓക്കെ, the chances are that your drawing is quite different from the other 3, which you can see are quite different from each other. ഈ 3 തന്നെ നോക്കിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. സോ യുവർ 4th ഡ്രോയിങ് വിൽ ഓൾസോ ബി ഡിഫറെൻറ്റ്. കുറച്ചെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. ഈവൻ ഇഫ് യു ട്രൈ ടു കോപ്പി ദിസ്, കുറച്ചെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. Fill out the following information about yourself. When I go out, I like wearing dash. At home, I speak in dash, means language. My favorite sport is dash. I like reading books about dash. So fill it in. Otherwise, you can even leave it in the comments below. It will be very interesting.
നിങ്ങളും കമൻസിലിടും, മറ്റുള്ളവരും കമൻസിലിടും. സോ യു ക്യാൻ റീഡ് അബൌട്ട് മറ്റുള്ളവർ എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് ടു വെയർ, ഏത് ലാംഗ്വേജ് ആണോ അവരത്, ഏത് സ്പോർട്ടാണോ അവർക്ക് ഇഷ്ടം, അതൊക്കെ യു ക്യാൻ ലീവ് ഇൻ ദ കമൻസ് ആൻഡ് റീഡ് ഈച്ച് അതേഴ്സ് കമൻസ്. ഓക്കെ. Now ask your teacher to help you check how many of you have similar answers. So നിങ്ങൾ കമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യു വിൽ ബി ഏബിൾ ടു സീ എത്ര ആൾക്കാർ ഇതാണോ സിമിലർ ആൻസേഴ്സ് ഉള്ളത്, എത്ര ഡിഫറൻസസ് ആണോ ഉള്ളത് നോക്കാം. ഇസ് ദർ എനി വൺ ഹൂസ് ലിസ്റ്റ് മാച്ചസ് യോഴ്സ് എക്സാക്ട്ലി? നിങ്ങളെ ലിസ്റ്റ് എന്താണോ, ഈ 4 ആൻസർ നിങ്ങൾ എഴുതിയത് എക്സാക്റ്റ് അതേപോലെ ലിസ്റ്റ് മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. How many like reading the same kind of books? How many different languages are spoken by the students in your class? So ഇപ്പം എല്ലാവരും മോസ്റ്റ്ലി മലയാളം തന്നെ ആയിരിക്കും പറയുക. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ ടൈപ്പ് ബുക്സ് ദാറ്റ് യു ലൈക്ക് ടു റീഡ് ഓർ സ്പോർട്സ് ഓർ യുവർ ഔട്ട്ഫിറ്റ് ദാറ്റ് യു ലൈക്ക് ടു വെയർ, അത് നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ ഡിഫറൻസ്. By now you must have recognized that the many ways in which you are quite like some of your classmates and other ways in which you are different from them. So നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ you are similar to your classmates, maybe in the language you speak, or maybe in the type of dress that you like, or maybe in the book that you like to read, or your favorite sports. But at the same time our answers will be different also, so you're different from them. Okay. So like to read or your favorite sports. Making friends. Do you think it would be easy for you to make friends with someone who was very different from you? Read the following story and think about this. So just think about this. നിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരാളുണ്ട്, at the same from you. Read the following story and think about this. So just think about this. നിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരാളുണ്ട്, at the same. I had meant it as a joke made up for a small ragged boy who sold newspapers at the Janpat crossing at the busy intersection. See, who had small ragged boy. Ragged പറഞ്ഞാൽ തുണിയൊക്കെ കുറച്ച് കീറിയിട്ടുള്ള. ഓക്കെ. ragged boy who sold newspaper at Janpat crossing. Janpat crossing പറഞ്ഞാൽ ക്രോസിങ്ങുള്ള റോഡിൻ്റെ നടുവിൽ ക്രോസിംഗ് ഉള്ള സ്ഥലത്ത് എന്താ ആൾക്കാർ സിഗ്നലിലൊക്കെ നിർത്തില്ല. അപ്പം ആൾക്കാരവിടെ നിർത്തുമ്പം ഈ കുട്ടി പോയിട്ട് അവിടെ ന്യൂസ് പേപ്പർ വിൽക്കുമായിരുന്നു. Every time I cycled past, he would run after me, holding out the English paper and screaming out the evening lines in a mixture of Hindi and English words. So, ഈ ചെക്കൻ, ഇവിടെ യെല്ലോ ഷർട്ടുള്ള ചെക്കൻ, അവൻ സൈക്കിൾ ഓടിച്ച് പോകുമ്പോൾ ഈ റാഗ്ഡ് ബോയ് അവൻ എന്താക്കായിരുന്നു, ആ ഇംഗ്ലീഷ് പേപ്പർ എടുത്തിട്ട് ഇവൻ്റെ പിന്നിൽ ഓടുമായിരുന്നു. ആൻഡ് ആ അന്നത്തെ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണോ അതിന് ഒച്ചത്തിൽ വിളിച്ച് പറയായിരുന്നു. ഹിന്ദി ഇംഗ്ലീഷ് വേർഡ്സ് മിക്സ് ചെയ്തിട്ട് പറയായിരുന്നു. ദിസ് ടൈം ഐ സ്റ്റോപ്ഡ് ബൈ ദ പേയ്മെൻറ്റ് ആൻഡ് ആസ്ക്ഡ് ഫോർ ദ ഹിന്ദി പേപ്പർ. ഹിസ് മൗത്ത് ഫെൽ ഓപ്പൺ. സോ ഇവൻ അവിടെ എല്ലാ പ്രാവശ്യവും അങ്ങനെ പോകുമ്പോൾ ആവുമായിരുന്നു. സോ ഇന്ന് അവൻ വിചാരിച്ചു ശരി നമുക്ക് നിർത്താം. ആൻഡ് അവനോട് ചോദിച്ചു ഹിന്ദി പേപ്പർ താന്ന്. അപ്പോൾ അവൻ്റെ ആ റാഗ്ഡ് ബോയ് ആ കുട്ടീൻ്റെ ലൈക്ക് വായി തുറന്നു. അവൻ ഷോക്കിലായിരുന്നു. അങ്ങനെ യു നോ ഹിന്ദി, യു മീൻ യു നോ ഹിന്ദി, ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു നിങ്ങൾക്ക് ഹിന്ദി അറിയുമോ? ഓഫ് കോഴ്സ് ഐ സെഡ് ആസ് ഐ പെയ്ഡ് ഫോർ ദ പേപ്പർ. വൈ, വാട്ട് ഡിഡ് യു തിങ്ക്? അവൻ അപ്പോൾ ഈ യെല്ലോ ഷർട്ടുള്ള ചെക്കൻ പറഞ്ഞു ഓഫ് കോഴ്സ് എനിക്കറിയായിരുന്നു, നീ എന്താ വിചാരിച്ചത്? ഹി പോസ്ഡ് ബട്ട് യു ലുക്ക് സോ അംഗ്രേസ്. അംഗ്രേസ് പറഞ്ഞാൽ ഫോറിനർ. ഓക്കെ. അംഗ്രേസ് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് എന്നുള്ള ഒരു ഉദ്ദേശമാണ്, അത് ഹിന്ദി വേർഡാണ്. ഹി ലുക്ക് സോ അംഗ്രേസ്, യു മീൻ യു ക്യാൻ റീഡ് ഹിന്ദി? അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയും വായിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് ഐ ക്യാൻ, ഐ സെഡ് ദിസ് ടൈം എ ലിറ്റിൽ ഇംപേഷ്യൻ്റ്ലി. ഐ ക്യാൻ സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ് ഹിന്ദി. ഹിന്ദി ഈസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് ഐ സ്റ്റഡി ഇൻ സ്കൂൾ. സോ ഈ ചെക്കൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയാം. കുറച്ച് ഇംപേഷ്യൻ്റ്ലി ആണ് പറഞ്ഞത്. ഇംപേഷ്യൻ്റ്ലി പറഞ്ഞാൽ അത്ര ഒരു ചെറുങ്ങനെ ഒരു ദേഷ്യത്തോടെ. ഓക്കെ. സബ്ജക്ട്സ് ഹി ആസ്ഡ്. ഈ കുട്ടിക്ക് സബ്ജക്ട്സ് എന്താണെന്നും അറിയില്ല, അവൻ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അപ്പോൾ സബ്ജക്റ്റ് എന്താ ചോദിച്ചു. ഹൗ കുഡ് ഐ എക്സ്പ്ലെയിൻ വാട്ട് എ സബ്ജക്റ്റ് വാസ് ടു സമ്മൺ ഹു ഹാഡ് നെവർ ബീൻ ടു സ്കൂൾ? അപ്പോൾ ഈ യെല്ലോ ഷർട്ടുള്ള ആൾ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് ഇനി സബ്ജക്റ്റ് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. വെൽ ഇറ്റ് ഇസ് സംതിങ് പറഞ്ഞു. അതെന്തോന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ലൈറ്റ്സ് മാറി, സിഗ്നൽ മാറി. honking and the honking behind me grew 100-fold and I let myself be pushed along with the rest of the traffic. പറഞ്ഞാൽ പിന്നത്തെ ആൾക്കാരൊക്കെ ഹോൺ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ മുന്നോട്ട് പോയി.
The next day he was there again, smiling at me and holding out a Hindi paper. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇവന് മനസ്സിലായി, ഓക്കെ ഇവൻ ഇംഗ്ലീഷ് വായിക്കുന്ന ആളല്ല, ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളാന്നു. സോ ഹിന്ദി പേപ്പർ എടുത്തിട്ട് ഇയാളെ നോക്കി. ഭയ്യ പറഞ്ഞ ചേട്ടാ. ഭയ്യ, ഹീ സെഡ്, ആപ്കാ അഖ്ബാർ, ആപ് ബതായിയെ യെ സബ്ജക്റ്റ് ക്യാ ചീസ് ഹെ. അവൻ പറഞ്ഞു, ചേട്ടാ ഇതാ നിങ്ങൾ ന്യൂസ് പേപ്പർ, അഖ്ബാർ പറഞ്ഞ ന്യൂസ് പേപ്പറാണ്, ഇത് ഹിന്ദിയിലാന്നു ഡയലോഗ്സ്. സോ അതിനുശേഷം പറഞ്ഞു, ഈ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ദി ഇംഗ്ലീഷ് വേർഡ് സൗണ്ടഡ് സ്ട്രേഞ്ച് ഓൺ ഹിസ് ടങ്. ഇറ്റ് സൗണ്ടഡ് ലൈക്ക് ഇറ്റ്സ് അതർ മീനിങ് ഇൻ ഇംഗ്ലീഷ്, ടു ബി റൂൾഡ് ബൈ സം വൺ എൽസ്. ദി ഇംഗ്ലീഷ് വേർഡ് സൗണ്ട്. അപ്പോൾ ഇവൻ ചോദിച്ചു സബ്ജക്റ്റ് എന്താ. ഈ യെല്ലോ ഷർട്ടിൽ അവൻ പറഞ്ഞു, ഓ ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ടു സ്റ്റഡി, എന്തോ പഠിക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് ദെൻ ബിക്കോസ് ദ റെഡ് ലൈറ്റ് ഹാഡ് കം ഓൺ, ഐ ആസ്ക്ഡ് ഹിം, ഹാവ് യു എവർ ബീൻ ടു സ്കൂൾ, സ്കൂളിൽ പോയിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നെവർ, ഇതുവരെ പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. He answered, and he added proudly, I began working when I was so high. അപ്പോൾ അവൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഞാൻ ഇത്ര നീളമുള്ളവരെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വളരെ പ്രൗഡായിട്ട് പറഞ്ഞു. പ്രൗഡ് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗമയോടൊക്കെ, ഒരു സന്തോഷമുള്ള ഗമയോടൊക്കെ പറഞ്ഞു. I began working when I was so high. He measured himself against my cycle seat. First, my mother used to come with me, but I can do it all alone. ആദ്യം എൻ്റെ അമ്മയും വരുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞു. Where is your mother now? I asked. But then the lights changed and I was off. I heard him yell from somewhere behind me, she's in Meerut with, the rest was drowned out. So അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെയും ട്രാഫിക് സിഗ്നൽ മാറി. അപ്പോൾ ഇവൻ പോയി, അവൻ അവിടുന്ന് പിന്നെ നൊച്ചിട്ടു, അമ്മ മീററ്റിലാന്നു, മീററ്റ് പറഞ്ഞൊരു സ്ഥലത്താന്നു. ബാക്കി അവൻ പറയുന്നത് എന്താണെന്നോ അത് കേൾക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ പിന്നെ ഇവർ മീറ്റ് ചെയ്തു. മൈ നെയിം ഇസ് സമീർ, ഹി സെഡ് ദ നെക്സ്റ്റ് ഡേ. അവൻ്റെ പേര് സമീർ ആന്നു. And very shyly he asked, what's yours? എന്താ നിങ്ങളുടെ പേര് ചോദിച്ചു. It was incredible. My bicycle wobbled. My name is Samir too. അപ്പം രണ്ടുപേരെ പേരും സമീറാണ്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ സമീർ ചോദിച്ചു, വാട്ട്? ഹിസ് ഐസ് ലിറ്റ് അപ്പ്. അവൻ ഭയങ്കര സന്തോഷമായി. ലിറ്റ് അപ്പ് പറഞ്ഞാൽ കണ്ണിങ്ങനെ വലുതായി, വളരെ സന്തോഷമായി. യെസ്, ഐ ഗ്രിൻഡ് അറ്റ് ഹിം. ഗ്രിൻഡ് പറഞ്ഞാൽ ചിരിച്ചു. ഇറ്റ്സ് അനദർ നെയിം ഫോർ ഹനുമാൻസ് ഫാദർ ആൻഡ് യു നോ എന്ന് പറഞ്ഞു. അത് ഹനുമാൻ്റെ അച്ഛൻ്റെ വേറെ ഒരു പേരാണെന്നു എന്ന് പറഞ്ഞു. സോ യു ആർ സമീർ ഏക് ആൻഡ് ഐ എം സമീർ ദോ എന്ന് അവൻ പറഞ്ഞു. ആ ചെറിയ കുട്ടി പറഞ്ഞു, നിങ്ങൾ സമീർ ഏക്കാന്നു, നിങ്ങൾ സമീർ 1, ഞാൻ സമീർ 2 എന്ന് പറഞ്ഞു. സംതിങ് ലൈക്ക് ദാറ്റ് ഐ ആൻസേർഡ് ആൻഡ് ദെൻ ഐ ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. ഹാത്ത് മിലാവോ സമീർ ദോ. അന്നേരം പറഞ്ഞു, എനിക്ക് ഷേക്ക് ഹാൻഡ് ഇതാ സമീർ 2 എന്ന് പറഞ്ഞു. ഹിസ് ഹാൻഡ് നെസ്റ്റിൽഡ് ഇൻ മൈൻഡ് ലൈക്ക് എ ലിറ്റിൽ ബേർഡ്. I could still feel its warmth as I cycled away. അപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിന്നെയും പോയി. പിന്നെ നെക്സ്റ്റ് ഡേ വന്നു. The next day, he did not have his usual smile for me. There is trouble in Meerut, he said. Many people are being killed there in the riots. So next day, ചെറിയ സമീറിന് അത്ര ഒരു സന്തോഷമൊന്നുമില്ലായിരുന്നു, വളരെ ഒരു ടെൻഷനിലായിരുന്നു. എന്തൊക്കെയോ സമരമുണ്ട്, സോ അവിടെ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. I looked at the headlines. Communal riots. It blazed. കമ്മ്യൂണൽ റൈറ്റ്സ് പറഞ്ഞാൽ കമ്മ്യൂണിറ്റീന്ന് തമ്മിലുള്ള ഇഷ്യൂസിന് കാരണം ഉണ്ടാക്കുന്ന ഓരോരോ സമരത്തിനെയാണ് കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയുക. ഓക്കെ, സോ ഈ കുട്ടി സമീർ പറഞ്ഞു, ഞാനൊരു മുസ്ലിം സമീറാന്നു. ഓക്കെ, ഹി സെഡ് ഇൻ ആൻസർ, ഓൾ മൈ പീപ്പിൾ ആർ ഇൻ മീററ്റ്. സോ ഇവൻ്റെ എല്ലാ ഫുൾ ഫാമിലിയും മീററ്റിലാന്നു. അവൻ്റെ കണ്ണ് ഫുൾ കണ്ണീര് വന്ന് കരയാൻ തുടങ്ങി. ഓക്കെ, so he was not at the crossing the day after, neither the day after nor ever again, and no newspaper in English or Hindi can tell me where my Samir though has gone. So അതിനുശേഷം ഈ വലിയ സമീർ ചെറിയ സമീറിനെ ഇതുവരെ കണ്ടിട്ടില്ല, ആ ക്രോസിങ്ങിൽ അവനെ അതിനുശേഷം കണ്ടിട്ടില്ല. സോ ഹി വാസ് ടെല്ലിങ് ദാറ്റ് ഒരു ന്യൂസ് പേപ്പറിനെ ഇതുവരെ കണ്ടിട്ടില്ല, ആ ക്രോസിങ്ങിൽ അവനെ അതിനുശേഷം കണ്ടിട്ടില്ല. സോ ഹി വാസ് ടെല്ലിങ് ദാറ്റ് ഒരു ന്യൂസ് പേപ്പറും അറിയാൻ പറ്റില്ല ഈ സമീർ ദോ എവിടെ പോകും. സോ ഇതിൽ നിന്നും വിൽ ബി ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നെയിം 3 ways ഇൻ വിച്ച് സമീർ ഏക് ആൻഡ് സമീർ ദോ വെർ ഡിഫറെൻറ്റ്. ടിൽ 3 differences between സമീർ ഏക് ആൻഡ് സമീർ ദോ. സോ ഫസ്റ്റ് ഡിഫറൻസ് ഞാൻ പറയാം. സോ ഇറ്റ് ഈസ് ദാറ്റ് സമീർ ഏക് വാസ് ഫ്രം എ comfortable family. He was from a rich family as compared to Samir Do. Samir Do was from a poor family. Samir Ek was able to get education. Samir Do didn't have education.
Sameer Ek did not have to work from childhood, but Sameer though he had to work from. Okay, so these are the three differences. ഇതിലും അധികം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ആലോചിക്കാൻ പറ്റുമെങ്കിൽ പ്ലീസ് ലിവ് ഇൻ ദ കമൻറ്റ്സ്. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഡിഡ് ദീസ് ഡിഫറൻസസ് പ്രിവെൻറ്റ് ദം ഫ്രം ബിക്കമിങ് ഫ്രണ്ട്സ്? സോ ഇവർക്ക് ഇത്രയും ഡിഫറൻസസ് ഉണ്ടായിട്ടും കൂടി ദേ ബിക്കെയിം ഫ്രണ്ട്സ് അല്ലേ? ദർ വാസ് നോ ഡിഫിക്കൽട്ടി in becoming friends even with the difference. So that is the beauty of diversity. There was no difficulty. Sameer Ek is more familiar with English. Sameer though speaks Hindi. Although they both are more at home in different languages, they still communicated with each other. They made the effort to do so because this was what was important to them. So രണ്ടുപേരും വേറെ വേറെ ലാംഗ്വേജ് ആയിരുന്നു സംസാരിക്കാറ്. സമീർ ഏക്കിന് ഇംഗ്ലീഷ് അറിയായിരുന്നു, സമീർ ദോ ഹിന്ദി ആയിരുന്നു വർത്തമാനം പറയാറ്. വൈ വാസ് ഇറ്റ്? ബിക്കോസ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്കതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നി, ദാറ്റ് ദേ വോണ്ട് ടു സ്പീക്ക്. Sameer Ek and Sameer Do also come from different religious and cultural backgrounds. While Sameer Ek is a Hindu, Sameer Do is a Muslim. So Sameer Ek from different religious and cultural backgrounds. While Sameer Ek is a Hindu, Sameer Do is a Muslim. So Sameer Ek നിന്നാണ് വരുന്നത്. സോ സമീർ ഏക്ക് എന്താണോ, സമീർ ഏക്ക് ഹിന്ദു ആണോ, അത് നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? അവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സമീറാണു, ഹനുമാൻ്റെ ഫാദറിൻ്റെ പേരാണു. ഹനുമാൻ ഒരു ഹിന്ദു ഗോഡാണു. ബട്ട് സമീർ ദോ ഈ റയറ്റ്സിനെ പറ്റി പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ മുസ്ലിം സമീറാണു എന്ന്. ഓക്കെ, ഡിഫറെൻറ്റ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് സച്ച് ആസ് ദീസ് ആർ ആൻ ആസ്പെക്ട് ഓഫ് ഡൈവേഴ്സിറ്റി. സോ Make a list of the festivals that might have been celebrated by the two boys. Sameer Ek was Hindu, so he would have celebrated Diwali അല്ലെങ്കിൽ Holi. Sameer Do was a Muslim, so he would have celebrated Eid, Ramzan. Can you think of a situation in which you made friends with someone who was very different from you? Write a story. ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ്, കൾച്ചറൽ, ട്രഡീഷൻ ഒക്കെ ഉള്ള ഏതെങ്കിലും ആളായിട്ട് have you been friends with? So if yes, please let me know in the comments. In addition to their diverse religious and cultural backgrounds, there are other ways in which Sameer Ek and Sameer Do are different from each other. For example, while Sameer Ek goes to school, Sameer Do sells newspaper. So ഒരാൾ ന്യൂസ്പേപ്പർ വിൽക്കാനു to live, to survive. Okay, but ഒരാൾ സ്കൂൾ പോകുന്നുണ്ട്. Why do you think Sameer Do did not attend school? Survive. Okay, but Sameer Do did not attend school because he could not afford it. His family could not afford it. അവർക്ക് അത്ര പൈസ ഇല്ലായിരുന്നു. Do you think it would have been easy for him to attend school if he wanted to? No. അവന് സ്കൂളിൽ പോകണമെങ്കിലും അവന് it would have been very difficult because his family did not have money. He was earning money for his family as well. In your opinion, is it a fair situation that some children get to go to school and others don't? Of course it's not fair. അത് കറക്റ്റ് അല്ല അല്ലേ? ചിലർക്ക് സ്കൂൾ പോകാൻ പറ്റുന്നുണ്ട്, അവർക്ക് പിന്നെ പഠിച്ച് നല്ല മാർക്ക് കിട്ടി നല്ല ജോലി കിട്ടുന്നുണ്ട്. സോ അവരുടെ ലൈഫ് ഫുൾ നല്ലതായിട്ട് പോകും. ബട്ട് ദ ചിൽഡ്രൻ ഹൂ കനോട്ട് ഗോ ടു സ്കൂൾ, അവർ ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരിക്കും. ലൈക്ക് ദേ വിൽ ബി ഏർണിംഗ് ബട്ട് ദേ വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് all those things that a student with a good education has done. So that is very unfair. Sameer Do did not have the opportunity to attend school. Perhaps you have noticed that there are several people in the area where you live who are poor and who don't have enough to eat or wear and sometimes not even a place to live. So നമ്മൾ അറൗണ്ട് നമ്മൾ ചുറ്റുപാടിൽ നോക്കിക്കഴിഞ്ഞാൽ there are many people who cannot eat food daily. Like നമ്മൾ 3 പ്രാവശ്യം കഴിക്കുന്ന പോലെ they are not able to have 3 square meals every day. അവർ ബെയർലി ദിവസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടാവും. അവർ കുറേ കീറിയ ഉടുപ്പൊക്കെ ആയിരിക്കും ഇടുന്നത്. സോ അവർക്ക് ശരിക്കും താമസിക്കാനുള്ള ഒരു സ്ഥലവും കൂടി ഉണ്ടാവില്ല. റോഡ് സൈഡിലൊക്കെ നമ്മൾ ആൾക്കാർ ഉറങ്ങുന്ന കണ്ടിട്ടില്ലേ? സോ ദാറ്റ് ഈസ് വെരി സാഡ്. This difference is not the same as the one we have seen earlier. Here we are talking not of difference but of inequality. So difference എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചറൽ ഡിഫറൻസ് ഒക്കെയാണ്. ഓക്കെ, കൾച്ചറൽ, ട്രഡീഷണൽ, റിലീജിയസ് അങ്ങനത്തെ ഒക്കെ ഡിഫറൻസ്. ബട്ട് ഹിയർ ഒരാൾക്ക് പഠിക്കാൻ പറ്റും, ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ഇനീക്വാലിറ്റി. ഓക്കെ, ഈക്വാലിറ്റി അല്ല, ഈക്വൽ അല്ല അവരുടെ ലൈഫ്. ദാറ്റ് ഈസ് ഇനീക്വാലിറ്റി.
Inequality comes about when a person does not have the resources and opportunities that are available to the other persons. So because they don't have the resources, ഇത് underline ചെയ്യണം ട്ടോ. Because they don't have the resources and opportunities that are available to the other person, that is why he is not able to go to school. But he has the interest to go to school. So ഇത് ഡിഫറൻസ് അല്ല, ഇത് ഇനീക്വാലിറ്റി ആണ്. ഈക്വാലിറ്റി കിട്ടാത്ത ഒരു സംഭവമാണ് ഇത്, വിച്ച് ഇസ് നോൺ ആസ് ഇനീക്വാലിറ്റി. So inequality comes about when a person does not have the resources and opportunities that are available to other persons. ഇത് underline cheyu. This is a very important thing. The caste system is another inequality. According to this, society was divided into different groups depending upon the work that people did, and they were supposed to remain in those groups. So ഈ കാസ്റ്റ് സിസ്റ്റം, കാസ്റ്റ് കാരണം ആൾക്കാർക്ക് കുറേ റിസോഴ്സസ്, കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ ആയിട്ടുണ്ട് ഇൻ ദ പാസ്റ്റ് ആസ് വെൽ. ഇപ്പോഴും കുറേ റിമോട്ട് ഏരിയാസ്, പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വില്ലേജസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ കാസ്റ്റ് സിസ്റ്റം. ഇപ്പോഴും കുറേ നമ്മളെ കൺട്രിയിൽ കാസ്റ്റ് കാരണം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ഇസ് നോട്ട് ലീഗൽ. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ലൈക്ക് അവരെ ജയിലിലിടാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഒഫെൻസ്, ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ബട്ട് ഇഫ് യു ഗോ കുഞ്ഞു കുഞ്ഞു വില്ലേജസിൽ അവിടെ ഇപ്പോഴും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ പണ്ട് ഈ കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് വന്നത്, സൊസൈറ്റീനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൽ ഡിവൈഡ് ചെയ്തു ഡിപ്പെൻഡിങ് ഓൺ അവരെന്ത് പണിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പോട്ട് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അയാൾ ഒരു കാസ്റ്റായി, വേറെ എന്താ ഫാം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ വേറെ കാസ്റ്റായി. ദിസ് സിസ്റ്റം വാസ് കൺസിഡേർഡ് ഇറിവേഴ്സിബിൾ പറഞ്ഞാൽ തിരിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത, ലൈക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ആയിക്കൊണ്ട് നിന്നു. അത് ആ പോട്ടറിൻ്റെ കുട്ടി വിൽ ബി എ പോട്ടർ, രണ്ടാമത്തെ പോട്ടറിൻ്റെ കുട്ടി വിൽ ബി എ പോട്ടർ, അങ്ങനെ ദറ്റ് സിസ്റ്റം കണ്ടിന്യൂഡ്. ഓക്കെ, ആൻഡ് ബിക്കോസ് യു ആർ നോട്ട് സപ്പോസ് ടു ചേഞ്ച് യുവർ പ്രൊഫഷൻ, ഇറ്റ് വാസ് നോട്ട് കൺസിഡേർഡ് നെസസറി ഫോർ യു ടു നോ എനിത്തിങ് മോർ ദാൻ വാട്ട് യു നീഡഡ് ഇൻ യുവർ പ്രൊഫഷൻ. സോ ഓരോരുത്തർ അവരുടെ ഫാമിലിയിൽ അവരുടെ പ്രീവിയസ് ബിസിനസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നു. ഫോർ എക്സാമ്പിൾ പോട്ടറിൻ്റെ ബിസിനസ് ആണെങ്കിൽ പോട്ടറി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബട്ട് ഡ്യൂറിങ് ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻസ് ഈസ്, നിങ്ങൾക്ക് വേറെ സയൻസ് അറിയണമെന്ന് ഇറ്റ്സ് നോട്ട് നെസസറി. യു ജസ്റ്റ് നീഡ് ടു നോ പോട്ട് ഉണ്ടാക്കാൻ എന്താണെന്നും ആവശ്യം, എങ്ങനെയാണെന്ന് ഒരു നല്ല പോട്ട് ഉണ്ടാക്കുക, അതാണ് നിങ്ങൾ പഠിക്കുന്നത്. പോട്ടറി റിലേറ്റഡ് സ്കിൽസ് മാത്രമാണ് പഠിക്കുന്നത്. സോ വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ യു ആർ നോട്ട് സ്റ്റഡിയിങ് ദാറ്റ്, ബിക്കോസ് അത് ആവശ്യമില്ല അല്ലേ, ബിക്കോസ് അവരുടെ പ്രൊഫഷൻ അത് തന്നെയാണ്. ദിസ് ക്രിയേറ്റഡ് എ സിറ്റുവേഷൻ ഓഫ് ഇനീക്വാലിറ്റി. യു വിൽ റീഡ് മോർ അബൌട്ട് ദിസ് ആൻഡ് അതർ ഇനീക്വാലിറ്റീസ് ഇൻ ദ ഫോളോയിങ് ചാപ്റ്റേഴ്സ്. സോ ഇത് കാരണം എന്തായി, ചിലർക്ക് സയൻസ് അറിയാം, ചിലർക്ക് ഹിസ്റ്ററി അറിയാം, ചിലർക്ക് പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക അറിയാം, ചിലർക്ക് പൈസ എങ്ങനെയാണെന്നോ ഡീൽ ചെയ്യേണ്ടത് അതറിയാം. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ഇനീക്വാലിറ്റി ഫോം ആവാൻ തുടങ്ങി. എല്ലാവർക്കും എല്ലാം അറിയില്ല. സോ ദർ ഇസ് എ ഫോം ഓഫ് ഇനീക്വാലിറ്റി ദർ. ഇത് മുന്നോട്ട് നമ്മൾ ഇനിയും ഡീറ്റെയിലിൽ പഠിക്കുന്നതായിരിക്കും. So we will look into this next topic, what does diversity add to our lives, in the next class, which I'll be uploading very soon. So if you're new to the channel, please make sure you subscribe to the channel, and also നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക, so that we'll get the support. Thank you.